ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചുംബനമർപ്പിക്കാമോ, ചുംബിക്കാമോ? ഇതിൻ്റെ ഉത്തരം, അങ്ങനത്തെ ഒരു രീതി സലഫ് സ്വാലിഹുകളിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബത്തിലോ അതിന് ശേഷം വന്നവരിലോ അങ്ങനെ ഒരു രീതി, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അങ്ങുമിങ്ങും ചുംബിക്കുക എന്ന രീതി ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ ഒരാൾ തൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ അയാൾക്ക് വേണ്ടി കുമ്പിടണമോ? അയാളെ സ്വീകരിക്കുമ്പോൾ കുമ്പിട്ട് നിൽക്കണമോ? അവിടെ നിന്ന് പറഞ്ഞു, പാടില്ല. അപ്പോൾ അടുത്ത ചോദ്യം, എന്നാൽ അയാളെ ചേർത്തണയ്ക്കുകയും ചുംബിക്കുകയും ചെയ്യട്ടെയോ? അവിടെ നിന്ന് പറഞ്ഞു, പാടില്ല. മൂന്നാമത്തേത്, അയാൾക്ക് കൈ കൊടുക്കട്ടെയോ, ഹസ്തദാനം ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം ഇൻഷാ, ഉദ്ദേശിക്കുകയാണെങ്കിൽ കൈ കൊടുക്കാവുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ്റെ 3 ചോദ്യം, ഒന്ന്, ഒരാളെ കാണുമ്പോൾ കുമ്പിടുക, തല കുനിച്ച് നിൽക്കുക, അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആലിംഗനം ചെയ്തുകൊണ്ട് ചുംബിക്കുക, അതും ഇസ്ലാം അനുവദിച്ചിട്ടില്ല കണ്ടുമുട്ടുമ്പോൾ. മൂന്നാമത്തത് കൈ കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യുക, അതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.